ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം റാഫീനയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തോളം കാലം ആളിന് പുറത്തായിരിക്കും. അത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ഹാഫ് ടൈമിൽ റാഫീനയ്ക്ക് പകരക്കാരനായിട്ട് ഹെൻറിക്കെ ആ ഒരു മത്സരത്തിലേക്ക് വരുന്നത്. പക്ഷെ ആ ഒരു സംഭവം നമ്മുടെ ഹെൻറിക്കിനെ വെറുതെ ഇറക്കി വിട്ടതല്ല, റാഫീനയ്ക്ക് പരിക്ക് പറ്റിയിട്ടാണ് എന്നുള്ളത് മത്സരശേഷമാണ് മനസ്സിലായത്. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തോളം കാലം റാഫീനയ്ക്ക് ഈ ഒരു മത്സരം നഷ്ടമാകും. അതായത് അടുത്ത മാസം ഈ വരുന്ന ഏപ്രിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഗെയിംസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏകദേശം 6 മത്സരങ്ങൾ റാഫീനയ്ക്ക് മിസ്സാകും എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ മത്സരങ്ങളാണ് റാഫീനയ്ക്ക് മിസ്സാവാന്ന് ചോദിച്ചാൽ ലാലിഗയിലെ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള ഒരു മത്സരം മിസ്സാവും. അതുപോലെ തന്നെ നമ്മുടെ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള 2 മത്സരങ്ങൾ മിസ്സാവും. അതായത് ടോട്ടൽ അത്ലറ്റിക്കോയുമായിട്ടുള്ള അടുത്ത മാസത്തെ 3 മത്സരങ്ങളും റാഫീനയ്ക്ക് മിസ്സാവും. അതുപോലെ തന്നെ എസ്പാനോൾ, സെൽറ്റ വിഗോ, അതുപോലെ തന്നെ ഗെറ്റാഫെ തുടങ്ങിയ ടീമുകൾക്കെതിരെയുള്ള ബാക്കി ലാലിഗ മാച്ചുകളും ആൾക്ക് മിസ്സാവും എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒസാസുനയ്ക്കെതിരെയുള്ള മാച്ചും അതുപോലെ തന്നെ UCL സെമി ഫൈനലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാസ അത്ലറ്റിക്കോനെ ബീറ്റ് ചെയ്താൽ UCL ഫസ്റ്റ് ലെഗ് സെമി ഫൈനലിലൊക്കെ റാഫീന ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഏതായാലും റാഫീനെ ആരും വേൾഡ് കപ്പ് സമയത്ത് ബാഴ്സലോണക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ. കാരണം ലാലിഗയിൽ 4 പോയിന്റേ ഉള്ളൂ. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും അത്ലറ്റിക്കോയാണ് ക്രൂഷ്യൽ ഗെയിമാണ്, റിവഞ്ച് അടിക്കാനുള്ള ചാൻസാണ്. അപ്പൊ അങ്ങനെ ഇരിക്കവെയാണ് റാഫീനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഞ്ചറി വിടുവിട്ടത്. ഏതായാലും റാഫീനെ ബാഴ്സലോണയിലേക്ക് തന്നെ ആൾ പോകും. പക്ഷെ ബ്രസീലിന്റെ കൺട്രോളിലേക്ക് ആൾ ആ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ റിക്കവറി പ്രോസസ്സൊക്കെ അവിടെ വെച്ചാണ്, ബാഴ്സലോണയിൽ വെച്ചാണ് പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുക. പക്ഷെ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ കോണ്ടന്റ്സ് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.